ഹായ് ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ് ഇതുവിന് ഞങ്ങൾ പാടത്ത് കൊയ്യാനിറക്കിയ വീഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 5 ലക്ഷത്തി ചില്ലാൻ പേരോളം, അതുപോലെ യൂട്യൂബിൽ 1 ലക്ഷത്തി ചില്ലാൻ പേരോളം കണ്ട വീഡിയോ ആണത്. ഇതിൻ്റെ പിന്നാമ്പുറം എന്തോരം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഒന്ന് കംഫർട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇവൾക്ക് മൊബൈൽ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടും ഇവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അനങ്ങാപ്പാറ പോലെ തന്നെ അവിടെ തന്നെ നിൽക്കോളൂ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവൾ റെസ്പോണ്ടും ചെയ്യില്ല. പിന്നെ പിള്ളേരെയും കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അവരെ ഒന്ന് കംഫർട്ടാക്കി ആ സോണിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളിവിടെ വന്നപ്പോഴൊക്കെ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവളിങ്ങനെ ഓരോന്ന് ചെയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ പയ്യെ ഇങ്ങനെ കംഫർട്ടാക്കി എടുത്തപ്പോഴേക്കും ഒരുപാട് സമയം അതിൻ്റെ പുറകെ തന്നെ പോയി. ഇതിൻ്റെ എല്ലാം നമ്മൊരു എഡിറ്റ് ചെയ്തൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കിടപ്പുണ്ട്. വളരെയധികം അതായത് ആൾക്കാർ കാണുകയും ഒരുപാട് കമൻറ്റ്സ് വന്നൊരു വീഡിയോ ആണ്. ഇത് കൊയ്യാൻ പോയിട്ട് നിലത്തേക്ക് വീഴുന്നൊരു വീഡിയോ. ഒരുപാട് പേര് ചോദിച്ചു ആ വീണിട്ട് എന്തെങ്കിലും പറ്റിയോ, എന്തൊക്കെയാണ് അതിൻ്റെ നെല്ലിൻ്റെ ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പോറുള്ളതൊക്കെ വരും. അപ്പോൾ അത് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവൾ കുറേ നേരം കംഫർട്ട് കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പലതും ഇപ്പോൾ ഈ അരിവാളിന് പകരം ഞങ്ങൾ വേസ്പോഡ് കട്ട് ചെയ്തിട്ടാണ് ഒരു അരിവാൾ മാതൃകയിൽ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ആ കാണുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് നേരം കംഫർട്ടാക്കി നിർത്തിയത്. പിന്നെ അവൾക്ക് ഒരു മൂഡ് വരണം. ആ ഒരു മൂഡ് വരുന്ന സമയം വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ അവളുടേതായ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മറ്റേ നെല്ലിൻ്റെ ഇടയിലൊക്കെ നിൽക്കണതിൻ്റെ ഇടയിൽ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. എന്നാലും അവൾ കുറേ നേരമൊക്കെ നിന്ന് ഞങ്ങൾ പലതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളൊന്ന് ജസ്റ്റ് ഒന്ന് ഓണായി വന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ മൊബൈലൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഇതാക്കും. പിന്നെ ഐഷു നെല്ലെടുത്ത് അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ തൊലിയെ കളഞ്ഞിട്ട് പയ്യെ കൊടുത്ത് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ആൾ കളിച്ചിരിച്ചൊക്കെ നിൽക്കും. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാവും നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ അനങ്ങാണ്ട് അവളുടെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്. നമ്മൾ വിളിച്ചാലൊന്നും മൈൻഡ് ചെയ്യില്ല, അനങ്ങാതെ അങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ചിരിയൊക്കെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇവളിങ്ങനെ ഇവളുടേതായ ഒരു ലോകത്താണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവൾക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പറയാതെ നല്ല ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇടും. അപ്പോൾ അത് കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. അത് ഈ വീഡിയോയിൽ ഫുള്ള് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം അവൾ എക്സ്പ്രഷൻ തരുന്നുണ്ടെന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ ഈ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി എടുത്ത് ആളെ ഒരു പാടത്ത് സാധാരണ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. വളരെയധികം പേര് നല്ല അഭിപ്രായം പറയുകയും കുറച്ച് പേര് അതിനകത്ത് അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോയത് കഴിഞ്ഞ് ശരിയാവില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് നമുക്ക് പരിചയമുള്ളൊരു പാടമായതിൻ്റെ പേരിലും അത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾ അവിടെ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവൾ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കിട്ടും. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അവൾ നല്ല രീതിയിൽ ചെയ്തു. ഞങ്ങളൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇത്രയും നല്ല രീതിക്ക് അവൾ വീഡിയോ ചെയ്യുമെന്നും അതിങ്ങനെ നല്ലൊരു റീച്ച് കിട്ടുമെന്നും ഞങ്ങൾ വിചാരിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു രസത്തിന് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് അവൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. അവൾ കുറേയൊക്കെ നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും അവൾ നൈസ് എക്സ്പ്രഷനൊക്കെ ആയിരുന്നു. അത് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവൾ എന്തോരം നമുക്ക് അതിന് ഔട്ട്പുട്ട് തന്നെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക്. അത് ചിരിയൊക്കെ ഭയങ്കര നൈസ് ചിരിയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതേപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നൈസായിട്ടൊക്കെ നോക്കും. പിന്നെ ചില സമയത്തൊക്കെ ആൾ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് പറയും ഇത് ഇങ്ങോട്ട് നോക്കാൻ പറയും. അപ്പോൾ അവൾ അവിടെ നിൽക്കുന്ന അമ്മയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിനിടയ്ക്ക് അമ്മ തൊട്ടടുത്ത് തന്നെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു വാശിയൊക്കെ ആയിരുന്നു. പിന്നെ പറയും ഇത് വെള്ളം കുടിച്ചിട്ടൊന്ന് ജസ്റ്റ് പയ്യെ നോക്കാൻ പറയുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ നോക്കും. അതുകൊണ്ട് നോക്കിയിട്ടൊരു ചിരിയൊക്കെ ഉണ്ട്. പിന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് കാണും തോറും നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എന്തോരം നമുക്ക് ഇത് ചെയ്ത് തരുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഒറ്റ ഷോട്ടിൽ തന്നെ അവളുടെ വെള്ളം മൊത്തം കുടിച്ച് തീർക്കുകയും പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിനകത്ത് ആടിയതാക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു മല്ലിത്തൂക്കും പിടിച്ച് അതുമ്പോൾ തന്നെ കളിയായി. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് ഫുൾ ടൈം അത് തന്നെയായി കളി. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് അവളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മേടിക്കാൻ നമുക്ക് പറ്റില്ല. മേടിച്ച് കഴിഞ്ഞാൽ അപ്പം നൂലോളി ഓടും. നൂലോളി എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തില്ല. പിന്നെ കുറച്ച് നേരം അവളത് കളിക്കട്ടെ എന്നുള്ള ചിന്തയിലൊക്കെ അങ്ങനെ നടന്ന് അതൊക്കെ ഇങ്ങനെ പയ്യെ കാണിച്ചു കൊടുത്ത് പിന്നെ ഇങ്ങനെ അവളുടെ അമ്മ അപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതുകൊണ്ടൊന്നും കാണിക്കില്ല. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ ചെയ്യുള്ളൂ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, 1.5 വയസ്സേ ആയിട്ടുള്ളൂ.
ആ ഒരു പ്രായത്തിനാണ് കാണിച്ചത്. പിന്നെ ഇതേപോലെ ഞങ്ങൾ ഈ കുറച്ച് നെല്ലൊക്കെ പൊട്ടിച്ച് മേൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ചൊറി എന്തോ ചെയ്തിരുന്നു. അവളപ്പം തന്നെ വലിച്ചെറിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യെ പിന്നെ ഞങ്ങളൊന്ന് പറഞ്ഞ് കുറച്ചും കൂടി എതിർത്ത് അത് നെൽക്കതിരൊക്കെ എടുത്ത് ഞങ്ങൾ തലയൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കി. അപ്പോഴും അവൾ അതൊന്നും വക വെക്കാണ്ട് വേഗം മൂടി രക്ഷപ്പെടാനാണ് നോക്കിയത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അവൾ എന്താ ചെയ്ത് നോക്കുന്നതെന്നുള്ളത്. പിന്നെയും അവിടെ പോയി മല്ലിത്തൂ കൊടുത്ത് അത് കഴിഞ്ഞ് അവളുടെ അമ്മ അവിടെ വന്നിരുന്ന് അവളൊന്ന് കംഫർട്ടാക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ, അതായത് ഒരുപാട് മണിക്കൂർ, അതായത് 1-2 മണിക്കൂർ ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഞങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ കിട്ടിയത്. ആ വീഡിയോയുടെ ഔട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ഇത് കണ്ടതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ കാരണം അതിൻ്റെ പിന്നിൽ എന്തോരം എഫോർട്ട് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് കൊണ്ടുപോയി പോകുന്നതെന്നുള്ളത്. അപ്പം മല്ലിത്തൂക്കും പിടിച്ച് അവളുടെ പാട്ടിൽ നടന്നങ്ങോട്ട് പോവുകയാണ്. എങ്ങാടേക്കൊന്നുള്ളതൊന്നുമില്ല. അവൾക്കതും പിടിച്ചിട്ടും അവൾക്ക് തോന്നുന്ന വഴിയിലൊക്കെ അവൾ നടന്നു പോകും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ അവളുടെ അമ്മ തൊട്ടടുത്തുള്ളതിൻ്റെ പേരിൽ അവൾ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. പിന്നെ നമുക്ക് ഈ വീഡിയോ റീച്ച് ആയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് അല്ല, ഒരു അവയർനെസ് പോലെ കൊച്ചിനെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ ഇരുന്നു. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ ഇതിനകത്ത് വരുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റാണ് ഞാനത് ആഡ് ചെയ്താക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അതിനകത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോരം കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്ത് തീർക്കാൻ എന്നുള്ളതൊന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൊച്ചു കുട്ടികളെ വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അവർ നമ്മൾ പറയുന്ന അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല കംഫർട്ടാക്കി തരും. പക്ഷെ അവരെ ഒന്ന് കംഫർട്ടാക്കി നിർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ അവരെ കുറച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ചിട്ടൊക്കെ വേണം അവരുടെ അടുത്ത് വരുന്നത് പറയാനായിട്ട്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്കതിൻ്റെ ഔട്ടൊക്കെ കിട്ടും. ഇതാണ് അവളുടെ എഡിറ്റ് ചെയ്ത വീഡിയോ. ഇതിലെ സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സൗണ്ടോട് കൂടിയിട്ടുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറ കാഴ്ചകൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ഇത് കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് കാണണം എന്നുള്ളവർക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കിടപ്പുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോ ഷോട്ടിൽ നിന്നും വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞങ്ങൾ എടുത്താക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തോരം ചെറിയ ഷോട്ടുകളാണ് ഇതിന് എടുത്താകുന്നുള്ളത്. ഈ വരുന്ന ഷോട്ടൊക്കെ ജസ്റ്റ് ചെറിയൊരു നടത്തം മാത്രമാണ്. അത് ജസ്റ്റ് സ്ലോ മോഷൻ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇത്രയുമൊക്കെ എടുത്താക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.